ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ വൻപിച്ച തകർച്ച നേരിട്ടത് നമ്മൾ കണ്ടതാണ്. വലിയ പരാജയമായിരുന്നു ഉണ്ടായത്. കാരണം വെറും ഒരു സീറ്റിൽ മാത്രം ഒരു CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാനിടയായി. അതും CPM-ൻ്റെ കഴിവോ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകതകളോ കൊണ്ടോ ഒന്നുമല്ല. അത് ജയിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും മാത്രം ശ്രീ രാധാകൃഷ്ണൻ ജയിച്ചു വന്നതാണ്. അതിനകത്ത് വേറെ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളത് ഈ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ പാർട്ടിക്കോ അല്ലാതെ പാർട്ടി സഖാക്കൾക്കോ ഇടതുപക്ഷ മുന്നണിക്കോ ഒന്നും അത് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണമെന്ന് നമ്മളൊന്ന് നോക്കണം. ഇത് മാത്രമല്ല, BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാനും പറ്റി. ഒരു സീറ്റ് ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും ഈ CPM ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതിൻ്റെ കാരണങ്ങൾ നമ്മുടെ പുറകോട്ട് ആലോചിച്ചാൽ ഒരുപാടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ, അതായത് നമ്മുടെ ഈ ഇടതുപക്ഷ മുന്നണി CPM നേതൃത്വം നൽകുന്ന സർക്കാർ, അവരുടെ ഭാഗത്തുണ്ടായ അത് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും CPM-ൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇടയാക്കിയത് എന്നുള്ളത് നിസ്സംശയം എല്ലാവർക്കും പറയാൻ പറ്റും. ഇത്രത്തോളം ധാർഷ്ട്യം, അതേപോലെ അഹങ്കാരം, തലക്കനം, താൻപോരിമ, ഇതെല്ലാം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇന്നത്തെ കാലത്തൊന്നും ഇത് വിലപ്പോകത്തില്ല. ഇതൊക്കെ ചിലപ്പോൾ പണ്ടൊരു കാലത്ത് ചിലപ്പോൾ നടന്നെന്നിരിക്കുമായിരിക്കും. അതായിരിക്കും അദ്ദേഹം ഇനി ചിലപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുള്ള ആളുകൾ അദ്ദേഹത്തിനെ അങ്ങ് പുകഴ്ത്തും. എന്താണ് ഇരട്ടച്ചങ്കൻ, മൂന്നിയങ്കൻ എന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെ പറയുന്നത്. അതൊക്കെ കേൾക്കുന്ന ഉടനെ അതുപോലെ കാരണഭൂതൻ, ഇതെല്ലാം അങ്ങ് പറയും. അപ്പോൾ കാരണഭൂതൻ അങ്ങ് പൊങ്ങുകയാണ്, മേലോട്ട് ഉയർന്നു പോവുകയാണ്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത്, അത് ഇടതുപക്ഷ മുന്നണിയെ ബാധിച്ചു എന്നുള്ളതും സത്യമായ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പോലും നമ്മൾ കാണുന്നു. എന്നാൽ ഇതുകൊണ്ട് പഠിക്കുന്നുണ്ടോ? ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി. ബാക്കി ഈ CPM-ലെ മറ്റ് ആളുകളുടെ പേരിലോ അല്ലാതെ മറ്റ് പാർട്ടികളുടെ പേരിലോ ഒന്നും അഴിമതി ആരോപണമൊന്നും വന്ന് കണ്ടില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും പേർക്കുള്ള അഴിമതി ആരോപണം, അത് വളരെ പ്രതികൂലമായിട്ട് ഇതിനെ ബാധിച്ചു, ഇടതുപക്ഷ മുന്നണിയെ ബാധിച്ചു എന്നുള്ളതും സത്യമാണ്. എന്നാൽ ഇന്ന് ഇതിൻ്റെ തോൽവി എന്താണ് കാരണമെന്നൊന്നും മനസ്സിലാക്കാനൊന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം അദ്ദേഹം കാണിക്കണമായിരുന്നു. അത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഡൽഹി ചെന്നപ്പോൾ പത്രക്കാർ, മാധ്യമങ്ങൾ, അവർ ചോദിക്കുമല്ലോ. മാധ്യമങ്ങൾ എന്ന് പറയുന്നവരുടെ ജോലി ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഒരു പൊതുപ്രവർത്തൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന് വേണമെങ്കിൽ പോലും പറയാം. അതും ശരിയല്ല. പ്രതികരണശേഷി ഇല്ലാത്തവർ ഭരിക്കാൻ അർഹരല്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ എനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന് പോലും പറയാൻ പാടില്ല, പ്രതികരിക്കണം. ഇത് ഈ തോൽവി എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമല്ലേ എന്നൊന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടി, അതിപ്പോഴാണോ നിങ്ങൾ അറിയുന്നതെന്ന്, ഇതാണ് ചോദ്യം. അത് അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ നിങ്ങളൊക്കെ ഇപ്പോഴാണോ അറിഞ്ഞത് എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതിൻ്റെ അടുത്ത ബാക്കി വീണ്ടും പറഞ്ഞ് എന്താണെന്ന് ചെയ്യാം, ഇവിടൊക്കെ വലിയ ചൂടല്ലേ ഇന്ന് ഡൽഹിയിലൊക്കെ. ഇതാണ് ഈ രീതിയിലൊക്കെ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ, ഇത്രത്തോളം ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ ഇതുപോലെ ഈ ചോദ്യം ചോദിച്ചു. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാകത്തില്ലേ എന്ന് ചോദിച്ചു പോയി. അതിന് അയാളോട് പറഞ്ഞ മറുപടിയും മുഖത്തടിക്കുന്നവരുള്ള മറുപടിയാണ് പറയുന്നത്. ഇതാണോ അപ്പോൾ ചോദിക്കേണ്ടത്? വളരെ വളരെ അയാളെ കാർക്കിച്ചു തുപ്പുന്ന രീതിയിലാണ് അയാളുടെ അടുത്ത് പറയുന്നത്. ഈ മാധ്യമ പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ മനസ്സിലാക്കണം, എത്ര നൂറോളം നമ്മൾ ഉയരത്തിലോട്ട് പോകുന്നു, ആ വീഴ്ചയുടെ ആഘാതം ഭയങ്കരമായിരിക്കും. ഇത് പണ്ട് ഞാൻ പറയുന്നതല്ല, സിയാവുൽ ഹക്ക് പറഞ്ഞതാണ്. അതായത് ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫാൾ എന്നാണ് പറഞ്ഞത്. അത് പറയാൻ കാരണം, ഭൂട്ടോയെ തൂക്കിക്കൊല്ലരുതെന്ന് എല്ലാ ലോകരാജ്യങ്ങളും അഭ്യർത്ഥിച്ചു, ഇന്ത്യ ഉൾപ്പെടെ, ശ്രീമതി ഗാന്ധി ഉൾപ്പെടെ
അത് അഭ്യർത്ഥിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞതാണ് ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫോൾ എന്ന് പറഞ്ഞു. പക്ഷെ അത് അന്വർത്ഥമായി സിയാവുൽ ഹക്കിൻ്റെ കാര്യത്തിൽ. അയാൾ പോയി വിമാനം പൊട്ടിത്തെറിച്ചാണ് അയാൾ താഴോട്ട് പോയി കൊല്ലപ്പെടുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ, ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫോൾ. നമ്മൾ വലിയ ആളാണ്, ഒരു അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നതാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ആ രീതിയിൽ പെരുമാറാൻ പഠിക്കണം ആദ്യം. ഇപ്പം ഇത് പറയുമ്പോൾ ചിലപ്പം എന്നെ ആക്ഷേപിച്ചെന്നിരിക്കും കേട്ടോ. അതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം മുമ്പ് ആക്ഷേപിച്ചിട്ടുണ്ട്. എനിക്കത് യാതൊരു കാര്യവുമില്ല ആക്ഷേപിച്ചാൽ. ഇപ്പോൾ നമ്മുടെ അഭിമന്യനായ ബിഷപ്പ് മാർ കുർലോസ് തിരുമേനി, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം. അത് അറിയാവുന്നവർക്കേ അറിയാവുള്ളൂ. അദ്ദേഹം ആ രീതിയിലുള്ള പെരുമാറുന്ന ആളാണ്, വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ്. പൊതുകാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറുണ്ട്, അത് തൻ്റെ ഇടത്തോടുകൂടി പറയുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു വലിയ പുരോഹിത ശ്രേഷ്ഠനാണ് അദ്ദേഹം.